ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ജെഎംഎമ്മിന്റെ മുതിർന്ന നേതാവ് ചമ്പൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ സി.പി. രാധാകൃഷ്ണൻ അനുമതി നൽകി. ഹേമന്ത് സോറന്റെ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ചമ്പൈ സോറൻ. നിയമസഭാ കക്ഷിയോഗത്തിൽ ഏകകണ്ഠമായാണ് ചമ്പൈ സോറനെ പുതിയ നേതാവായി തെരഞ്ഞെടുത്തത്. ഗവർണറുടെ തീരുമാനം വൈകിയത് സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധിക്ക് ഇടയാക്കിയിരുന്നു. ജെഎംഎം കോൺഗ്രസ് എംഎൽഎമാരെ ഒപ്പം നിർത്തി ഭരണം അട്ടിമറിക്കാൻ ബിജെപി നീക്കങ്ങൾ നടത്തുന്നതായും അഭ്യൂഹമുണ്ട്. ഖനന അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത ഹേമന്ത് സോറൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർക്കെ പലതവണ കണ്ടിട്ടും ഗവർണർ ഇപ്പോഴാണ് സർക്കാർ ഉണ്ടാക്കാൻ ചമ്പൈ സോറനെ ക്ഷണിക്കുന്നത്. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കാനാണോ നിർദ്ദേശം? ഒപ്പം തന്നെ മറ്റൊരു കാര്യം, എംഎൽഎമാരെ ഹൈദരാബാദിലേക്ക് മാറ്റാനുള്ള ശ്രമം മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ മുടങ്ങിയ സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ. ജാർഖണ്ഡിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഏതു തരത്തിലാണ്? ജാർഖണ്ഡില് ഗവർണർ നിയമോപദേശം തേടിയിരുന്നു. ഗവർണർ നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭ രൂപീകരണത്തിന് വേണ്ടി ചമ്പൈ സോറനെ ക്ഷണിച്ചിരിക്കുന്നത്. ജെഎംഎമ്മിന്റെ നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനത്ത് ഹേമന്ത് സോറിന് പകരം ചമ്പൈ സോറിനെ നിയമിക്കുന്നു എന്നുള്ള കത്ത് കഴിഞ്ഞ ദിവസമാണ് കൈമാറിയത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഗവർണർക്ക് ലഭിച്ച നിയമോപദേശം ഇപ്രകാരമാണ്: മറ്റേതെങ്കിലും ഒരു തീരുമാനം, പ്രത്യേകിച്ച് 2024 നവംബർ വരെ മാത്രമേ ആ സഭ ഉള്ളൂ എന്നൊരു ന്യായം നിരത്തി എതിർ തീരുമാനമെടുത്താലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചമ്പൈ സോറിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ 10 ദിവസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്ന ഉപാധിയോടുകൂടി ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സത്യപ്രതിജ്ഞ നടക്കും. ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഈ ഭൂരിപക്ഷം തെളിയിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഘടകകക്ഷികൾ തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെ ഇവരുടെ ജെഎംഎമ്മിലെ ഘടകകക്ഷി കോൺഗ്രസും ഒപ്പം ആർജെഡിയുമാണ്. കോൺഗ്രസിന്റെ എംഎൽഎമാരിൽ 10ഓളം എംഎൽഎമാർ ഇപ്പോഴും അപ്രത്യക്ഷരാണ് എന്ന ഒരു വാർത്ത ഈ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് കോൺഗ്രസിന്റെ പിന്തുണ ജെഎംഎമ്മിന് ഉണ്ടാകും, സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കും എന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമാണ് ഇനിയുള്ള ദിവസങ്ങൾ ജെഎംഎമ്മിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഹേമന്ത് സോറിനെ ഏതായാലും ചമ്പൈ സോറിനെ മുഖ്യമന്ത്രിയാകാൻ ഗവർണർ അനുമതി നൽകിയിരിക്കുകയാണ്. ജെഎംഎമ്മിനെ സംബന്ധിച്ച് ഇനിയുള്ള 10 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.